നമസ്കാരം, ട്രൂവിഷൻ ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണങ്ങൾ തുടർക്കഥയായി മാറുമ്പോൾ ജനുവരി മാസം മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിരവധി ആളുകളാണ് കാട്ടാന ആക്രമണം മൂലം പരിക്കേൽക്കുകയും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. സംസ്ഥാന സർക്കാർ നേരിട്ട് തന്നെ എത്തി പലതരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. പിന്നീട് മന്ത്രി വീട്ടിൽ സന്ദർശനം നടത്തുന്നു. അങ്ങനെ പലതവണ പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ശാശ്വതമായ പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2025 ജനുവരി മുതൽ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം വയനാട്ടിൽ നിന്ന് 3 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഇടുക്കി ജില്ലയിൽ 2 പേരാണ് 2025 ജനുവരി മുതൽ ഏപ്രിൽ മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത്. മലപ്പുറത്ത് നിന്ന് 2 പേരും കണ്ണൂരിൽ നിന്ന് 2 പേരും ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം പാലക്കാട് മുണ്ടൂരിൽ മരിച്ച അലനുമാണ്. കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടിയില്ല എന്നതാണ് വനം വകുപ്പ് മന്ത്രി പറയുന്നത്. എന്നാൽ കേന്ദ്രം പറയുന്നത് സംസ്ഥാന സർക്കാർ ഏകോപിപ്പിക്കുന്നതാണെന്നാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതുവരെ ഒരു തരത്തിലുള്ള പരിഹാര നടപടിക്കായി കൃത്യമായ ഒരു ആലോചന നടത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണം നൽകണം. വന്യജീവികൾക്കുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ വന്യജീവികളിൽ നിന്നും മനുഷ്യർക്കുമുള്ള സംരക്ഷണം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ കാണിക്കണം. ഇല്ലെങ്കിൽ നില ഗുരുതരമാകും, അതിരൂക്ഷമാകും. അതിനാൽ എത്രയും പെട്ടെന്നുള്ള പരിഹാരം ഉണ്ടാകണമെന്നാണ് കേരള ജനത ഉന്നയിക്കുന്ന പ്രധാന കാര്യം. അഞ്ജലി ലക്ഷ്മണൻ, ട്രൂവിഷൻ ന്യൂസ്.